കണ്ടോ അതെ ഈ വീടിൻ്റെ നേരെ ഇവിടെ നോക്കിയാൽ എന്ത് സീനറിയാന്ന് നോക്കിയാൽ മലകൾ റോക്കട്ട് മലകളാണ് കേട്ടോ കാണുന്നത്. ഏ ഇവരുടെ വീടിൻ്റെ പുറകിലെ വ്യൂ ആണ്. അതാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ ജീവിക്കാനും വേണം ഭാഗ്യം. നമ്മൾ ഈ ടൗണിൽ നിന്നൊക്കെ വീക്കെൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്ലാൻ ചെയ്യണം. നല്ലൊരു മൈൻഡ് റിലാക്സേഷൻ കിട്ടും ഇവിടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ നീലഗിരിയിലെ വേറൊരു ഗ്രാമമായ ഒരു എസ്റ്റേറ്റ് ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ പേര് റോക്ക്വുഡ് എന്നാട്ടോ. ഒരു ഇംഗ്ലീഷ് പേരാണ്, കാരണം ഇവിടെ ബ്രിട്ടീഷുകാർ വന്ന് തേയിലത്തോട്ടമൊക്കെ സ്ഥാപിച്ചാണ്, അവരിട്ട പേരാണ് കേട്ടോ റോക്ക്വുഡ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഒരു അടിപൊളി ഒരു മലയൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ നമുക്ക് കയറാൻ പറ്റായിരുന്നു. ഇപ്പോൾ കയറിയാൽ ഒരു 25,000 രൂപ ഫൈൻ കിട്ടും, അത്രേ ഉള്ളൂ. ഇപ്പോൾ കയറാൻ പറ്റില്ല കേട്ടോ. അടിപൊളി മലയാണ്. അതായത് നമ്മുടെ ഞങ്ങളുടെ വീടിൻ്റെ ഏരിയയിലെ ഏറ്റവും ഹൈറ്റിലുള്ള മലയാണ് കേട്ടോ ഈ റോക്ക്വുഡ്. പിന്നെ ഇവിടെ മല കയറാനായിട്ട് വരണ്ട, ഈ തേയിലത്തോട്ടം കാണാനായിട്ട് തന്നെ വരാം. നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡൊക്കെ പോലെ ഒരു ചെറിയ വൈബ് കിട്ടും കേട്ടോ ഇവിടെ. ഇത് കണ്ടോ, എൻ്റെ പുറകിൽ കണ്ടോ, ഫുള്ള് തേയിലത്തോട്ടം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ റോക്ക്വുഡ് എസ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കുറേ ഉള്ളിലേക്ക് പോകണം കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ഉൾഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ എസ്റ്റേറ്റിലേക്ക് പോകുന്നത്. നമുക്ക് വഴിയും വലിയ പരിചയമില്ല, അതുകൊണ്ട് ചോദിച്ച് വേണം പോകാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വഴി ചോദിക്കുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നാ റോക്ക്വുഡ് പോകുന്ന വഴി റോഡ് അപ്പോൾ അത് തോട്ടത്തിൽ മരുന്നടിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി തമിഴ്നാട്ടുകാരനായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ തമിഴിൽ വഴി ചോദിച്ചത്. പക്ഷേ പുള്ളി തമിഴ്നാട്ടുകാരനല്ല കേട്ടോ, പുള്ളി ഹിന്ദിക്കാരനാണ്. അപ്പോൾ ഇവിടെയുള്ള ഭൂരിഭാഗം തോട്ടത്തൊഴിലാളികളെയും, അതായത് നേറ്റീവ് തോട്ടത്തൊഴിലാളികളെയും ഈ ഹിന്ദിക്കാരെ വെച്ച് നമ്മുടെ എസ്റ്റേറ്റ് കമ്പനി റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അവർക്ക് കൂലി കുറച്ച് കൊടുത്താൽ മതി, അതേപോലെ പണിയും അധികം എടുത്തോളും. പിന്നെ നമ്മൾ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് വരുന്തോറും ആ എസ്റ്റേറ്റിൻ്റെ ഭംഗി കൂടി വരികയാണ്. കാരണം നമ്മുടെ രണ്ട് സൈഡും നല്ല പച്ചപ്പ് അണിഞ്ഞു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളും നടുക്ക് നല്ല നമ്മുടെ ആ വളവും തിരിവുള്ള റോഡാണ് കേട്ടോ. ടിപ്പിക്കൽ ഹിൽ സ്റ്റേഷൻ വ്യൂ. ഹിൽ സ്റ്റേഷനിൽ പോയാൽ, അതായത് നമ്മുടെ മൂന്നാറും വാൽപ്പാറയൊക്കെ പോയുള്ള അതേ വ്യൂ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് കേട്ടോ. പക്ഷേ ഇത്രയും വലിയൊരു ചായത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള റോഡ് ഈ റോക്ക്വുഡ് ഈ ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ നീലഗിരിയിൽ. അപ്പോൾ അതേ ഞങ്ങളൊരു ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ നമ്മളൊരു ഫുട്പാത്ത് കണ്ടു ചായത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക്. അവിടെ ഒന്ന് കയറി നോക്കി കേട്ടോ. അപ്പോൾ അതെ ഇവിടുത്തെ തേയിലത്തോട്ടത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു 3 തേയില കൂടിയ ഒരു ബെഡാണിത്. ഇതിൻ്റെ വലിപ്പം നോക്കിയേ. ഇത് എൻ്റെ കൈ വെക്കുന്നത് കണ്ടോ. ഇതുണ്ടോ, ഇതെങ്ങനെയാ ഇവർ ഈ ചപ്പെടുക്കുന്നതെന്ന് അറിയില്ല. എനിക്കൊന്ന് കിടന്നെടുക്കേണ്ടി വരും ഇവിടെ കിടന്ന് നോക്കിയേ. ഇതൊരു തേയിലയാണേ, അതിൻ്റെ വലിപ്പം കണ്ടോ, എന്ത് വലിപ്പത്തിലുള്ളതെന്ന്. പക്ഷേ എൻ്റെ വീട്ടിലുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെട്ടുന്നതുകൊണ്ട് ഇത്രയും വലിപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുണ്ടോ, ഇത് 3 തേയില ചെടികൾ 3 സ്റ്റെമ്പ് കൂടിയിട്ട് ഉള്ള ഒരു ബെഡാണ്. ഇത് കണ്ടോ, ഇത്രയും വലിപ്പത്തിൽ. ഇത് എടുക്കുന്നവരെന്തായാലും സമ്മതിക്കണം. അപ്പോൾ ആ ഫുട്പാത്ത് നേരെ ചെന്നത് ഇവിടുത്തെ തൊഴിലാളികളുടെ ഒരു പാടിയിലേക്കാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല, അവരുടെ പ്രൈവസിയിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ അതെ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മേലെ ബിൽഡിംഗ് കണ്ടോ, ഇത് ഫോറസ്റ്റുകാരുടെ വാച്ച് ടവറാണ് കേട്ടോ. ഇവിടെ ആനയൊക്കെ ഇറങ്ങിയാൽ എവിടെയാണ് ആന നിൽക്കുന്നതെന്നൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടി കെട്ടിയിട്ടേക്കുന്നതാണ് ഫോറസ്റ്റുകാർ കേട്ടോ. ഇത് അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ആൾക്കാരധികം ഇല്ലാത്ത ഒരു എൻട്രൻസ് കണ്ടു നമ്മുടെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾ ആ പാറ്റേൺ ഒക്കെ കണ്ടോ മുമ്പിലെ, എന്ത് രസമാണെന്നറിയോ. പക്ഷേ ഇവിടെയും ബൈക്കൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ആരുടെയും വീട്ടിലേക്ക് പോകുന്ന വഴിയല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ധൈര്യമായിട്ട് അതിലെ വണ്ടി വിട്ടു കേട്ടോ. ഒന്ന് ഉള്ളിലേക്ക് പോയി ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ റോഡ് നിങ്ങൾക്ക് കണ്ടറിയാം, ഫുള്ള് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ്. കാരണം ഇത് കുറേ വർഷം മുമ്പ് കെട്ടിയ റോഡാണ്. അതും ടാർ റോഡായിരുന്നു, പക്ഷേ ഇപ്പോൾ പൊളിഞ്ഞു പോയതാണ്. അതായത് ബ്രിട്ടീഷുകാർ പോയിട്ട് തന്നെ ഏകദേശം 70-80 വർഷം കഴിഞ്ഞല്ലോ. അപ്പം കെട്ടിയ റോഡൊക്കെ അതിന് മുമ്പേ കെട്ടിയതായിരിക്കും. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അത് എൻ്റെ താഴെയൊക്കെ കുറേ വഴിയും അതേപോലെ പാലമൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാത്തതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ മെയിനായിട്ട് ചപ്പ് കൊണ്ടുപോകാൻ ഈ ഒരു വഴി മാത്രമാണെന്ന് തോന്നുന്നു ഉപയോഗിക്കുന്നത്. പിന്നെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വഴികൾ പോകുന്നുണ്ട്, അതിലൊക്കെ വണ്ടികളും പോകുന്നതാണ് കേട്ടോ. ഇതേ അപ്പോൾ നമ്മൾ നമ്മുടെ റോക്ക്വുഡ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കേട്ടോ. ഉള്ളിൽ കൂടെ നടക്കുക. അതിൻ്റെ ഉള്ളിൽ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് എൻ്റെ പുറകിൽ കാണുന്നില്ലേ, ഇതൊക്കെ കൊടും കാടാണ് കേട്ടോ. ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണിത് നമ്മുടെ റോക്ക്വുഡ് മലയൊക്കെ. അതിൻ്റെ പൊക്കത്ത് കയറിയാൽ എല്ലാം കാണാമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ കയറാൻ പറ്റില്ല, കയറിയ ഫൈൻ കിട്ടും. പക്ഷേ ഇവിടെ ഈ തേയിലത്തോട്ടം, ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ലേ. ഇവിടെ ഈ എസ്റ്റേറ്റുകാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന തേയിലത്തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ള് നീറ്റായിരിക്കും, ഫുള്ള് നല്ല മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും കേട്ടോ. കണ്ടോ ഈ തേയിലത്തോട്ടം നോക്കിയത്, ഇത് കണ്ടോ,
എന്ത് ക്ലീനായിട്ട് അവർ ആ ലെവലിൽ ആ കൊളുന്തെടുത്ത് പോയേക്കുന്നതുണ്ടോ. അതേപോലെ ആ പാറ്റേൺ ഒക്കെ നോക്കുക, ഇടയ്ക്കുള്ള ഗ്യാപ്പ് നല്ല രസമായിട്ടോ അത് കാണാൻ. അപ്പോൾ അതെ നമ്മൾ നീലഗിരിയിൽ ഇങ്ങനെ ചായത്തോട്ടത്തിൽ അല്ലെങ്കിൽ തേയില എസ്റ്റേറ്റിൽ കൂടെ ഒക്കെ പോകുമ്പോൾ സ്ഥിരം കാണുന്ന ഒരു സംഭവമാണ് ദേ ഇത് നമ്മുടെ നാട്ടിലെ രൂപക്കൂട് പോലെ ഉണ്ടാവും കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ ചപ്പ് എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ വെയിറ്റ് തൂക്കി നോക്കുന്ന സ്ഥലമാണ് കേട്ടോ. അത് കണ്ടോ. പക്ഷേ ഇവിടെ നോക്കിയേ, ഇത് തൂക്കുന്ന സ്ഥലം കണ്ടോ, ഒരു കാപ്പിക്കമ്പ് കെട്ടി തൂക്കിയിട്ടേക്കുക. ഇതിലാണ് തൂക്കുന്നതെന്ന് തോന്നുന്നു. ഇതിൽ നമ്മുടെ വെയിറ്റ് സീൽ വെച്ചിട്ട് ഇതിലാണ് തോന്നുന്നത് തൂക്കുന്നത്. പക്ഷേ ഈ സാധനം ഞങ്ങൾ വിചാരിച്ച് ഒടിഞ്ഞു പോകുന്നു കേട്ടോ. ഞാനിതിൽ തൂങ്ങി നോക്കി, എന്നിട്ടും അത്ര സ്ട്രോങ് ആണ്. ഇത് ഒടിയുന്നുള്ള ഇതുണ്ടോ, നല്ല സ്ട്രോങ് ആണ് കേട്ടോ സാധനം. അപ്പോൾ ഇതുണ്ടോ, ഇത് സ്ഥിരം കാണും കേട്ടോ. നമ്മുടെ മൂന്നാർ അല്ലെങ്കിൽ വയനാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നീലഗിരിയിലൊക്കെ വരുമ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം എസ്റ്റേറ്റിൻ്റെ സൈഡിൽ കൂടെ എപ്പോഴും കാണാം കേട്ടോ. ഇത് ചപ്പ് തൂക്കുന്നതാണ്. അപ്പോൾ അറിയാത്തവരൊക്കെ അറിഞ്ഞോളൂ, ഇത് ചപ്പ് തൂക്കാനുള്ള ഒരു ഷെഡാണ്. അപ്പോൾ അതെ നമ്മൾ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. അടിപൊളി സീനറി ആട്ടോ ഇവിടുന്ന് കാണാൻ. രണ്ട് സൈഡും പച്ചപ്പും പിന്നെ കുന്നുകളും ചെരിഞ്ഞിങ്ങനെ ഇറങ്ങുന്നത് കണ്ടോ. ആ ചെരിഞ്ഞിറങ്ങി അതേപോലെ ഇടയ്ക്കുള്ള ഗ്യാപ്പൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ധൈര്യമായിട്ട് നടക്കാം. ആന ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ വല്ല പുലിയൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒരു കീരിനെ കണ്ടായിരുന്നു. കീരിയുള്ളപ്പോൾ പാമ്പും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ റോഡ് നിങ്ങൾ കണ്ടോ, ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇട്ട റോഡാണെന്ന് തോന്നുന്നത് കണ്ടോ. ഇത് ടാർ റോഡായിരുന്നു, അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് പോയത്. ഇതുണ്ടോ പഴയ ടാറിങ് ഇപ്പോഴും കാണാം. പക്ഷേ ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് പോയത്, അത്രയും വർഷമായില്ലേ. അപ്പോൾ അതെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് അതെ ഇവിടെയും വീടുകളാണ്, താമസമുള്ളതാണ്. അവരുടെ പ്രൈവസിയിലേക്ക് ഇടിച്ച് കയറിപ്പോയി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ, നമുക്ക് തിരിക്കാം. പിന്നെ അതേപോലെ താഴെ അവിടെ കണ്ടോ, അവിടെ കൊളുന്തെടുത്ത് അത് തൂക്കുന്നുണ്ട്. അതായത് അതിൻ്റെ വെയിറ്റ് ചെയ്ത് പണിക്കാർ ഇതാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ട് നമുക്ക് പോകണ്ട. ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ഗേറ്റൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകണ്ട, തിരിക്കാം. അതേപോലെ ഈ എസ്റ്റേറ്റിൻ്റെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ടാങ്ക് കാണാം കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം നിറച്ച് വെക്കും. വെള്ളം നിറച്ച് വെച്ചിട്ട് അതിൽ നിന്നാണ് ഈ എസ്റ്റേറ്റിലേക്കുള്ള മരുന്നൊക്കെ അടിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കാഷ്ടം കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, അതിൽ നിറച്ചും ചക്കക്കുരുണ്ട്. അപ്പോൾ ഈ ചക്കക്കുരു തിന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ആന തിന്നും, രണ്ടാമത് ഈ ചക്കക്കുരു ഇത്രയും തിന്നുന്നത് കരടിയായിരിക്കും കേട്ടോ. കരടീൻ്റെ കാഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ അധികം നേരം നിൽക്കുന്നത് നല്ലതല്ല. ഇവിടെ കരടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം തേയിലത്തോട്ടമല്ലേ. അപ്പോൾ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ എടുത്ത കൊളുന്തും കൊണ്ടാണത് താഴെ ലോറി കയറി പോകുന്നത് കേട്ടോ. നേരെ ഞാൻ മെയിൻ റോഡിലേക്ക് കയറും. എന്നിട്ട് ഇവിടെ ഫാക്ടറി ഉണ്ടാവും, റോക്ക്വുഡിൻ്റെ തന്നെ ഫാക്ടറി ഉണ്ടാവും. ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് ഈ ചായപ്പൊടി ഉണ്ടാക്കുന്നത് കേട്ടോ. ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയപ്പോൾ കുറച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ വീട് കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് ആൾതാമസം ഉണ്ടാവില്ല, അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ തന്നെ വണ്ടടിച്ചു പോയിട്ടോ. അതിൻ്റെ ഉള്ളിലും തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. ഇത്രയും ഇടിഞ്ഞു പൊളിഞ്ഞ വീടിൻ്റെ ഉള്ളിലും തൊഴിലാളികൾ താമസിക്കുന്നത്. അവിടെ നിന്ന് ഒരു ചേച്ചി ഇറങ്ങി വന്ന് നമ്മളോട് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അത് അങ്ങോട്ട് വാ, അവിടെ ആളുള്ള അല്ല ഇപ്പം താമസം ഉണ്ടോ അവിടെ? ആ ഇവിടെ ഫുള്ള് ഹിന്ദിക്കാരായില്ലേ? ആ ഒരാളുള്ളൂ നമ്മൾ. ഇത് കണ്ടോ, ഈ വീടിൻ്റെ അവസ്ഥ നോക്കി. എപ്പോഴും ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. നോക്ക് ആ ഓടൊക്കെ നോക്കി കുറ്റിയിട്ട്. പക്ഷെ ഇവർ നേരേക്ക് കൊടുക്കുന്ന കേട്ടോ പറഞ്ഞത്, എസ്റ്റേറ്റുകാർ നേരേക്ക് കൊടുക്കുന്ന പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ പോയേക്കണം കണ്ടോ, കറണ്ട് കമ്പിയാണ് പോയേക്കുന്നത് നേരത്തെ ഇതിൻ്റെ മേലെ കൂടെ. കറണ്ട് കമ്പി എന്ന് വെച്ചാൽ സ്റ്റേ വയറാണ് കേട്ടോ, ഇൻസുലേഷൻ ഉള്ള വയറാണ്, വലിയ കുഴപ്പമില്ല. പിന്നെ ഇവിടെ അധികം ഇപ്പോൾ തോട്ടം തൊഴിലാളികളൊക്കെ, ഇവിടുത്തെ നേറ്റീവ് തൊഴിലാളികളൊക്കെ മാറ്റി ഇപ്പോൾ ഫുള്ള് ഹിന്ദിക്കാർ, ജാർഖണ്ഡുകാരാണ് കേട്ടോ പറഞ്ഞത്. അവർക്കാകുമ്പോൾ കൂലി കുറച്ച് കൊടുത്താൽ മതിയല്ലോ. പക്ഷെ എന്ത് രസമാണെന്ന് നോക്കി സ്ഥലങ്ങളൊക്കെ. ഇവിടെ ജീവിക്കാനും വേണം ഒരു ഭാഗ്യം അല്ലേ. അതേപോലെ കണ്ടോ ഈ വീടിൻ്റെ നേരെ ഇവിടേക്ക് നോക്കി, എന്ത് സീനറിയാന്ന് നോക്കിയാൽ മലകൾ, റോക്കറ്റ് മലകളാണ് കേട്ടോ കാണുന്നത്. ഇവരുടെ വീടിൻ്റെ പുറകിലെ വ്യൂ ആണ്. അതാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ ജീവിക്കാനും വേണം ഭാഗ്യം. ഞാൻ ഈ വീടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആൾക്കാർ താമസമൊന്നും ഇല്ലാത്ത, അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത്.
പക്ഷെ അവിടെ ആൾക്കാർ താമസിക്കുന്നത് ഇവിടെയും ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ വീടിന്റെ അവസ്ഥ നോക്കി. അപ്പൊ അതെ, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വീടുകളുണ്ട് കേട്ടോ. ചെറിയ ചെറിയ വീടുകൾ, തോട്ടം തൊഴിലാളികളുടെ വീടുകളുണ്ട് കേട്ടോ. എല്ലാ പഴയ സ്റ്റൈലിലുള്ള വീടുകൾ, നല്ല രസമാണ് കാണാൻ കേട്ടോ. നമ്മൾ ഈ ടൗണിൽ നിന്നൊക്കെ വീക്കെൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്ലാൻ ചെയ്യണം. നല്ലൊരു മൈൻഡ് റിലാക്സേഷൻ കിട്ടും ഇവിടെയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റോക്ക്വുഡ് എന്ന് പറഞ്ഞ വില്ലേജിന്റെ വിശേഷങ്ങൾ. ഇപ്പോൾ ഇവിടേക്കുള്ള ലൊക്കേഷന്റെ ലിങ്ക്, ഗൂഗിൾ മാപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കയറി നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ദിസ് ഈസ് അബിൻ സൈനിങ് ഓഫ്.